ഹായ്, നമസ്കാരം. ഷാജീസ് കൊറിയന്നോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചുരുളി ടണൽ, അവിടത്തേക്കാണ് അടുത്ത യാത്ര. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? 5:30 മണിയായി. 5:30 മണിക്ക് അടച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, നോക്കൂ, നമ്മൾ അടിപൊളി സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് 5 കിലോമീറ്റർ കോട്ടയം കാഞ്ചിയാർ റൂട്ടിൽ വില്ലേജിലേക്കുള്ള ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് അഞ്ചുരുളി. പ്രശസ്തമായത് കട്ടപ്പനയിലെ ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലേക്കും വെള്ളം കൊണ്ടുവരുന്ന തുരങ്കമാണ്. ഈ 5 കിലോമീറ്റർ ദീർഘമുള്ള ടണൽ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അഞ്ചുരുളി. ഇവിടെ സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്ന പ്രധാന ലൊക്കേഷനാണ് ഇവിടെ. ഇയോബിന്റെ പുസ്തകം എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ഗോൾഡ് തുടങ്ങിയ സിനിമയിൽ ലൊക്കേഷനായ തോപ്പുംപടി അഞ്ചുരുളി പ്രശസ്തമായിരുന്നു. കാരണം അതുപോലെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ മുന്നറിയിപ്പുണ്ട്, എല്ലാവരും നല്ലപോലെ വായിക്കുക. അഞ്ചുരുളി എന്ന് പേര് വന്നതിനൊരു കാരണമുണ്ട്. അഞ്ചുരുളി പോലെ കമിഴ്ത്തി വെച്ച രൂപമാണ്. 5 ചെറിയ കുന്നുകൾ മൂലമാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയുമ്പോൾ മാത്രമേ ഇവ ദൃശ്യമാവൂ. മഴക്കാലത്ത് കുത്തിയൊലിച്ച് വെള്ളം തുരങ്കത്തിലൂടെ വരുന്നത് കാണാൻ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. വേനൽക്കാലത്ത് കൂടി വെള്ളത്തിന്റെ അളവ് കുറയുകയും സഞ്ചാരിക്ക് ഏറ്റവും കൂടുതൽ അടുത്തേക്ക് പോയി കാണുവാനും ഈ ഭാഗം നമുക്ക് വിസിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ടണലിന്റെ ഒരു വശത്ത് നോക്കിയാൽ ഒരു ചെറിയൊരു പൊട്ട് പോലെ തോന്നിക്കഴിയുമ്പോൾ അതിന് അക്കരെ ഇക്കരയായിട്ടുള്ള അത് 4 കിലോമീറ്റർ ദൂരം ഉണ്ടായിരിക്കും ഗൈസ്. ടണലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ശ്വാസം കിട്ടാത്തില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3 കിലോമീറ്ററൊക്കെ മാക്സിമം നമുക്ക് പോവാം. 3 അല്ല 2.5, അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ശ്വാസം ഒന്നും കിട്ടത്തില്ല. ഓക്സിജന്റെ കൊണ്ട് ചിലപ്പോൾ ആൾക്കാർ മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അടുത്ത മാസം നല്ല മഴക്കാലമാണ്. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല ശക്തമായ കുത്തിയൊഴുക്കുള്ള വെള്ളം നമുക്ക് ഈ ഡാമിലേക്ക് വീഴുന്നത് കാണാൻ പറ്റും. ഇവിടെ മത്സ്യബന്ധനമൊക്കെ ഉണ്ട്. ഞാൻ ഡ്രോൺ ഉപയോഗിച്ചില്ല. ഡ്രോൺ ഉപയോഗിക്കില്ലെന്ന് എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞിരുന്നു. ഒരു ബ്ലോഗർ, ഇടുക്കി വിഷൻ ബ്ലോഗർ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു, ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സാധനം അവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ കേസാവും, വഴക്കാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഞാൻ ഡ്രോൺ ക്യാമറ ഈ ഭാഗത്ത് ഞാൻ ഉപയോഗിച്ചിട്ടേയില്ല. വാഗമണ്ണിന്റെ ചില കാഴ്ചകൾ നമുക്ക് വരാറുണ്ട്. അവിടത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. വണ്ടി ചെറുതായിട്ട് കേടായിപ്പോയി. അത് സർവീസ് സെന്ററിൽ കിടക്കുവാണ്. അത് കഴിഞ്ഞ് എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാൻ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വശത്തേക്കും അകത്തോട്ടുള്ള ഭാഗങ്ങളൊക്കെ പോയവരാണെങ്കിൽ ജസ്റ്റ് അവിടെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് എന്റെ വിജയമല്ല ഗൈസ്, അത് നിങ്ങളുടെ വിജയമാണ്. ഇനി ഓൾ കേരള ട്രിപ്പ് ചെയ്യണമെന്ന് ചെറിയൊരു ആശയത്തിലാണ്. അതിനുള്ള പൈസ മറ്റു കാര്യങ്ങളും ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അതിന്റെ കുറച്ച് ഓൾ കേരള ട്രിപ്പ് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരേക്കുമായിരിക്കും ഓൾ കേരള ട്രിപ്പ്. അത് ഇപ്പോഴൊന്നും ഇല്ല, അത് നിങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും ഓൾ കേരള ട്രിപ്പ്. ഇത് നോക്കിയേ, അകത്തേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവാ. അപ്പം ചവിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു ഭാഗത്ത് കുഴി കാണും, കാലൊക്കെ മുറിയാൻ ചാൻസ് ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ചേച്ചിമാരൊക്കെ ഒരു പ്രശ്നവുമില്ല, അവർക്കൊരു പേടിയില്ല, ഒന്നുമില്ല. കണ്ടു പോകുന്ന പോക്ക് നോക്കി, അത് മുട്ടറ്റം വെള്ളവേ കാണത്തുള്ളൂ. അകത്തോട്ട് കയറുമ്പോൾ ഇച്ചിരി കുഴി കാണും. ഇപ്പൊ ഈ സൈഡിറങ്ങുമ്പോഴേടി അങ്ങ് ദൂരത്ത് പോകും, ചെറിയൊരു പൊട്ട് പോലെ കാണിക്കും. അത് കാഞ്ചിയാറിന് തിരികെ വരുന്ന വെള്ളമാണിത്. ഈ ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ആ സൗണ്ട് ഞാനായിട്ട് എഡിറ്റ് ചെയ്തതല്ല, ആ സൗണ്ട് തന്നെത്താനെ വന്ന് അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഇതിനകത്ത് വരുന്നതാവും. മാക്സിമം എല്ലാവരും ക്ഷമിക്കുക.
ഉണ്ട്. വലിയ വലിയ കുഴികളും ഉണ്ട്, ചെറിയ കുഴികളും ഉണ്ട്. അങ്ങേ അറ്റം കണ്ട, അങ്ങേ അറ്റമാണെങ്കിൽ ചെറിയൊരു ദൂരം നോക്കി. എന്താ ഇതുവഴി ശക്തമായിട്ടുള്ള വെള്ളം വരും. നിൽക്കുമ്പോ കണ്ട നല്ല അരയറ്റം വെള്ളമുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാലേ പ്രശ്നമാ. പിള്ളേർ സെറ്റെല്ലാം കൂടെ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അലയോടല. തോർത്തെന്തെങ്കിലും ഒന്ന് കുളിച്ചിട്ട് പോയായിരുന്നു. ഇതെങ്ങനെ ഈ കുഴി ഇത്രയും വലിയ പാറ തുരന്നിട്ടേ ഇടുക്കി ഡാമിലോട്ടെ വെള്ളം ചാടിക്കുന്ന രീതി മനുഷ്യന്റെ കണ്ടുപിടുത്തം ഭയങ്കര കേട്ടോ. അടിപൊളിയല്ലേ? കുറച്ച് ഏറെ ദൂരം പോവുകയൊക്കെ ചെയ്യാം. പിന്നെ അങ്ങോട്ട് നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല. ശ്വാസം കിട്ടാതെ ചിലപ്പോൾ മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഈ തണൽ നടക്കുമ്പോൾ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു പിടിയില്ല. കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ ഇതെന്തായാലും കട്ട് ചെയ്തേക്കുന്നു. അന്നേരത്തെ തമരടിച്ച പാടൊക്കെ ഇതാ ഇന്നുമുണ്ട്. തമരടിച്ച പാടാ കണ്ട. അന്ന് മിഷനറി ഒന്നും കാണത്തില്ല. മനുഷ്യന്റെ നിർമ്മിതിയായി ഈ സംഭവങ്ങളല്ല. എന്തായാലും കൊള്ളാം, അടിപൊളി. മഴക്കാലമായി കഴിഞ്ഞാലേ ഇവിടെ നമുക്ക് നിൽക്കാനോ എടുക്കാനോ പറ്റത്തില്ല. KSEBക്കാർ പൂട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും കൊള്ളാം. ഞാൻ ഇതുപോലെ തണലിനകത്ത് ഇവിടെ കൊല്ലത്ത് കഴിവുരുട്ടി വന്നിരുന്നു. അന്ന് ഇതുവരെ ഇങ്ങനെ വലിയൊരു പോലെ പാറ പൊട്ടിച്ച് അതിനകത്തൂടെ ട്രെയിൻ പോകുന്നതിന് അവിടെ പോയി എടുത്തിരുന്നു. അന്നും അതും ബ്രിട്ടീഷ് ഭരണകാലത്ത് ചെയ്തിരുന്നത്. അതൊക്കെ ഒരു കാലം. ഇതൊക്കെ എന്തായാലും മനുഷ്യ നിർമ്മിതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പോലും. പിള്ളേരാണെങ്കിൽ ഭയങ്കര ഒച്ച ബഹളവും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇപ്പം നമുക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റത്തില്ല. ഇവിടെ ഡ്രോൺ പറത്തി കഴിഞ്ഞ പ്രശ്നം ഉണ്ടാവും. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പരിസരം ഡാമല്ലേ, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണ്. അത് ഡ്രോൺ നമ്മൾ പറത്തുന്നില്ല. കൈകൊണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മളങ്ങ് ഇറങ്ങുക. പുറത്തോട്ടുള്ള ആംബിയൻ അതൊന്ന് പറഞ്ഞാൽ സുഖമുള്ള കാര്യം. ഈ ജീപ്പേ വന്നാൽ ഈ കുഞ്ഞടങ്ങുന്നത് വെള്ളം കോരി കളിക്കുന്നു. ഇവരൊക്കെ കാശ്മീരുകാരാണ്. ഇവർ അമ്മയാ അത് ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തൊരു പെങ്കൊച്ചുണ്ട്. ആ ചേട്ടൻ്റെ പ്രായമുള്ളതല്ലേ, അതിൻ്റെ അപ്പുറത്ത് അവരുടെ ബന്ധുവാണ്. ഇവര് കട്ടപ്പനയെന്ന് ഇവിടം വരെ ഓട്ടോയിൽ വിളിച്ച് വന്നതാണ്. ഉണ്ടോ പിള്ളേരുടെ കുസൃതി. ഇവർക്കിവിടെ സ്വാതന്ത്ര്യമായി. അവിടെയൊക്കെ ആകുമ്പോൾ എന്തുവാ യുദ്ധവും, അവിടെ തോക്കുകളും ബോംബുകളും കഥ പറയുന്നു. പകൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ. എനിക്ക് ഹിന്ദി അറിയില്ല. അത് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു.
കൊച്ചു പിള്ളേരെ കളി കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇപ്പം 6:30 മണി ആകാൻ പോകുന്നു, ഇരുട്ടുന്നു. അപ്പം എൻ്റെ ജന്മദേശമായ കുറിയന്നൂരിലേക്കുള്ള ഇനി അടുത്ത യാത്രയിലാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വരുമ്പം രാത്രി 11:30 മണിയാവും. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇത്രയും താമസിച്ചു പോയി. പരുന്തുംപാറയിലെ ആ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്ത് ചെയ്തു, ഡ്രോൺ ക്യാമറ മേളോട്ട് പറത്തി കഴിഞ്ഞപ്പോൾ കാറ്റ് കൂടുതലായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആട്ടമാണ്. ഈ ഡ്രോൺ ക്യാമറ പിടിക്കാൻ വേണ്ടി ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് ചാടുകയും ചെയ്യും. ഞാനും പോകും, ഡ്രോൺ ക്യാമറയും പോകും. അതുകൊണ്ടാണ് പരുന്തുംപാറയിലെ വീഡിയോ ഇല്ല എന്ന് ഗൈസ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അപ്പോൾ ശരിയെന്നാ.